ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPI മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാറാടി വില്ലേജ് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് മുൻ MLA എൽദോ ഇബ്രഹാം ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുവാനുള്ള UDF സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മാറാടി വില്ലേജ് ഓഫീസ് മാർത്താണ് വാഹനത്തിന്റെ തൊട്ടുപിന്നിൽ കടന്നു വരുന്നത്. പ്രതിഷേധ മാർച്ച് മാറാടി വില്ലേജ് ഓഫീസിൽ എത്തിച്ചേരുന്ന പ്രതിഷേധ സമരം വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാറുകാർക്ക് തീരെഴുതാനുള്ള കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് CPI സംസ്ഥാന വ്യാപകമായി മണ്ഡലം കേന്ദ്രങ്ങളിൽ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയത്. മാറാടി വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം മുൻ MLA എൽദോ ഇബ്രഹാം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സർക്കാരുകൾ സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയിൽ ഒപ്പുവച്ചതിന് ശേഷമുള്ള അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധപൂർവം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ മാറ്റിയെഴുതി ചരിത്രം മാറ്റി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായി കടന്നു വരികയാണ്. പാഠ്യപദ്ധതിക്കകത്ത് ബോധപൂർവം ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ഉൾപ്പെടെ ആ ചരിത്രം മാറ്റി ഇതാണ് ചരിത്രമെന്ന് ബോധപൂർവം പറഞ്ഞുകൊണ്ട് സംഘപരിവാർ ശക്തികൾ അവരുടെ അജണ്ടകൾ, ഹിന്ദുത്വ അജണ്ടകൾ അത് പാഠ്യപദ്ധതിയുടെ ഭാഗത്തിനകത്തേക്ക് ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്. ഇപ്പോൾ അവർ പറയുന്നു ഒരു ബ്ലോക്കിന്റെ പരിധിയിൽ 2 സ്കൂളുകൾക്ക് 1,13,00,000 രൂപ വീതം നൽകും. അങ്ങനെ 1,13,00,000 രൂപ നമ്മുടെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ 2 സ്കൂളുകൾക്ക് നൽകുക എന്ന് പറഞ്ഞാൽ 2,26,00,000 രൂപ നൽകും. എന്നാൽ ഈ 2,26,00,000 രൂപ നൽകുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ 40% തുക വഹിക്കണം. 60% തുക മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റ് നൽകുക. നമ്മുടെ സംസ്ഥാനത്ത് ഈ നിലയ്ക്ക് ആകെ പരിശോധിക്കുമ്പോൾ ഇത്തരം സ്കൂളുകളിൽ നമ്മുടെ സ്കൂളുകളിൽ ആ സ്കൂൾ ഏതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റിന്. പാഠ്യപദ്ധതി NCERTയുടെ സിലബസിനകത്ത് നിന്നുകൊണ്ട് കേന്ദ്രം നൽകുന്ന അവരുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കാഴ്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സ്വഭാവം ഇല്ലാതാക്കാൻ. CPI പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ വില്ലേജ് ഓഫീസിലെത്തിയത്. പ്രതിഷേധത്തിൽ CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി EK സുരേഷ്, ടൗൺ മണ്ഡലം സെക്രട്ടറി അലിക്കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.